ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ മറ്റൊരു സമരവേദിയായ ഇടുക്കി കവലയിലാണ്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു സമയമാണ് ഇത്. നമുക്ക് സമരസമിതി ഇവിടുത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ സമരസമിതി നേതാവായ ടി ജെ ജേക്കബിനോട് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഈ സമരത്തിൽ കൂടുതൽ അണികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ജനങ്ങൾ ഈ സമരത്തിനോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ നോക്കിക്കാണുന്നു? എങ്ങനെ ഈ സമരത്തിൽ ഗതി എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നമാണ്. ഇപ്പോൾ അനേകായിരങ്ങൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഇപ്പോൾ ധൃതി കൂട്ടി കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഈ സംസ്ഥാനത്ത് 127 വില്ലേജുകളിൽ നടപ്പിലാക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റ് നടപടി അങ്ങേയറ്റം പ്രതിഷേധമാണ്. ഇത് ഇമ്മീഡിയറ്റായി ഇത് നടത്തണം എന്നാണ് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ കട്ടപ്പനയിലുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കർഷകർക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിനുള്ള സ്റ്റോപ്പ് മെമ്മോ വന്നിരിക്കുന്നു. ഇനിയും കർഷകർക്ക് ഇത് നോക്കിയിരിക്കാൻ പറ്റിയില്ല. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നു, ഒരു കർഷകരെയും കുടിയിറക്കിയില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് കർഷകരുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കർഷകർക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇന്ന് 48 മണിക്കൂർ ഇവിടെ ഈ തെരുവിൽ ഞങ്ങൾ ഭക്ഷണം വെച്ച് ഞങ്ങൾ കുടുംബസഹിതം ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വളരെ വൈകാരികപരമായാണ് ജനങ്ങൾ ഈ സമരത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം വരും ദിവസങ്ങളിൽ വളരെ ശക്തിയാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതുപോലുള്ള 100 കേന്ദ്രങ്ങൾ, 100 സമരവേദികൾ ഇടുക്കി ജില്ലയുടെ പല ഭാഗത്തുമുണ്ട്. അവർ റോഡരികിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്.